നോക്കാൻ പോകുന്നത് മൈ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫിയൊക്കെ വിങ്സ് ഓഫ് ഫയർ എന്നെടുത്ത ഒരു പാർട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ചാപ്റ്ററിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. I was born into a middle class Tamil family in the island of Rameshwaram in the erstwhile Madras state. My father Jalabdin had neither much formal education nor much wealth. Despite these disadvantages, he possessed great innate wisdom and true generosity of spirit. He had an ideal helpmate in my mother, Ashiyama. I do not recall the exact number of people she fed every day, but I am quite certain that far more outsiders ate with us than all the members of our own family put together. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം ജനിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് തമിഴ് ഫാമിലിയിലാണ്. രാമേശ്വരം എന്ന് പറയുന്ന ഒരു ഐലൻഡ് ടൗണിൽ, ഒരു ദ്വീപ് ടൗണിൽ, അന്നത്തെ മദ്രാസ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടാണ് ജനിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഫാദർ ജൈനുലാബ്ദീൻ അധികം എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ വെൽത്തോ ഒന്നും ഉള്ള ആളായിരുന്നില്ല. പക്ഷേ എന്നാലും അദ്ദേഹത്തിന് വളരെ വലിയൊരു വിസ്ഡവും ജനറോസിറ്റിയൊക്കെ കീപ്പ് ചെയ്തിരുന്ന ഒരാളായിരുന്നു APJയുടെ ഫാദർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മദറായ അഷിയാമയും ഈ ഫാദറിന് വളരെ വലിയൊരു സപ്പോർട്ടാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് പോലും അറിയില്ല എത്ര പേര് ദിവസവും ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ നിന്നും വന്ന് ഫുഡ് ഇവരോടൊപ്പം ഇരുന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട് എന്ന്. I was one of many children, a short boy with rather undistinguished looks, born to tall and handsome parents. We lived in our ancestral house, which was built in the middle of the 19th century. It was a fairly large pucca house made of limestone and brick on the Mosque Street in Rameshwaram. My austere father used to avoid all inessential comforts and luxuries. All necessities were provided for in terms of food, medicine or clothes. In fact, I would say mine was very secure childhood, both materially and emotionally. അപ്പോൾ ഇദ്ദേഹവും സാധാരണ കുട്ടികളെ കണക്ക് തന്നെ ആയിരുന്നു. പൊക്കം കുറഞ്ഞ അൺഡിസ്റ്റിങ്വിഷ്ഡ് ലുക്കുള്ള ഒരു ബോയ്. ടോൾ ആൻഡ് ഹാൻസം പാരൻസിന് ജനിച്ച ഒരു ബോയ്. അപ്പോൾ ഇദ്ദേഹം താമസിച്ചിരുന്ന ഒരു ആൻസിസ്ട്രൽ ഹൗസിലായിരുന്നു. ഒരു 19ാം നൂറ്റാണ്ട് പകുതിയോടെയൊക്കെ നിർമ്മിച്ച ഒരു ആൻസിസ്ട്രൽ ഹൗസിലായിരുന്നു. അപ്പോൾ അതൊരു ഫെയർലി ഒരു വലിയ വീട് തന്നെയായിരുന്നു. ഒരു ലൈം സ്റ്റോണും ബ്രിക്സും ഒക്കെ കൊണ്ടാണ് ആ വീട് നിർമ്മിച്ചിരുന്നത്. ആ വീട് സ്ഥിതി ചെയ്തിരുന്ന മോസ്ക് സ്ട്രീറ്റ്, രാമേശ്വരത്തെ മോസ്ക് സ്ട്രീറ്റിലായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫാദർ ഭയങ്കര ഓസ്റ്റിയർ ആയിരുന്നു. അതായത് സിമ്പിൾ ലൈഫ് കൊണ്ട് നടക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത ലക്ഷറീസും കംഫർട്ട്സൊന്നും അദ്ദേഹം ഉപയോഗിച്ചിരുന്നില്ല. എന്നിരുന്നാലും ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മെഡിസിൻ ആയാലും ഫുഡായാലും ക്ലോത്ത്സ് ആയാലും ആവശ്യത്തിനൊക്കെ പ്രൊവൈഡ് ചെയ്തിരുന്നു. അപ്പോൾ എന്ത് തന്നെയായാലും അബ്ദുൽ കലാമിൻ്റെ ജീവിതം അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഒരു സെക്യൂറായ ചൈൽഡ്ഹുഡായിരുന്നു. മെറ്റീരിയലി ആയാലും ഇമോഷണലി ആയാലും സെക്യൂറായ ചൈൽഡ്ഹുഡായിരുന്നു. The Second World War broke out in 1939. When I was 8 years old, for a reason I have never been able to understand, a sudden demand for tamarind seeds erupted in the market. I used to collect the seeds and sell them to a provision shop on Mosque Street. A day's collection would fetch me the princely sum of 1 anna. My brother-in-law Jalaluddin would tell me stories about the war, which I would later attempt to trace in the headlines in Dinamani. Our area, being isolated, was completely unaffected by the war, but soon India was forced to join the Allied forces. Something like a state of emergency was declared. The first casualty came in the form of the suspension of the train halt at Rameshwaram station. The newspaper now had to be bundled and thrown out from the moving train on the Rameshwaram road between Rameshwaram and Dhanushkodi. That forced my cousin Samshuddin, who distributed newspaper in Rameshwaram, to look for helping hand to catch the bundles. And as it naturally I filled the store, Samshuddin helped me to earn my wages. Half a century later, I can still feel the surge of pride in earning my own money for the first time. അപ്പോൾ ഈ സമയത്ത് 1939 ആയപ്പോൾ അദ്ദേഹത്തിന് 8 വയസ്സുള്ളപ്പോഴാണ് സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങുന്നത്. ഈ സമയത്ത് ടാമറിൻ സീഡിൻ്റെ വിലയൊക്കെ കുതിച്ചുയർന്നു. അദ്ദേഹം എന്ത് ചെയ്തു, ഈ ടാമറിൻ സീഡൊക്കെ കളക്ട് ചെയ്ത് ഒരു പ്രൊവിഷൻ സ്റ്റോറിലൊക്കെ അന്ന് മോസ്ക് സ്ട്രീറ്റിലുള്ള ഒരു പ്രൊവിഷൻ സ്റ്റോറിലൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. അതായത് അദ്ദേഹത്തിന് ദിവസവും ഒരു അണ വെച്ച് കിട്ടുമായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ബ്രദറിലോ ആയ ജലാലുദ്ദീൻ്റെ അടുത്ത് നിന്ന് ഈ വാറിനെ കുറിച്ചുള്ള സ്റ്റോറീസൊക്കെ അദ്ദേഹം കേട്ടു. അതിനുശേഷം ഈ പത്രങ്ങൾ, ദിനമനി എന്ന് പറയുന്ന പത്രങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹം ഇതറിഞ്ഞു. ആദ്യത്തെ തവണ ഈ വാറിൻ്റെ കാര്യം ഇവിടെ ഒന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനുശേഷം ഇന്ത്യ അലൈഡ് ഫോഴ്സിൽ ചേരാൻ നിർബന്ധിതരാകുകയും ഗ്രാജുവലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ആദ്യം സംഭവിച്ചത് എന്താണ്, രാമേശ്വരത്തെ സ്റ്റോപ്പ് അങ്ങ് ഒഴിവാക്കി റെയിൽവേ. അപ്പോൾ പത്രം കൊണ്ടുവരുന്ന ആൾക്കാർക്ക് രാമേശ്വരം റോഡിലേക്ക്, രാമേശ്വരത്തിന് ധനുഷ്കോടിയിലും ഇടയ്ക്ക് ആ പത്രങ്ങൾ ട്രെയിനിൽ നിന്ന് എടുത്ത് എറിയേണ്ട അവസ്ഥ വന്നു. ഈ സമയത്ത് അവിടുത്തെ പത്രം ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മുടെ APJ സാറിൻ്റെ ഒരു കസിനായിരുന്നു. അദ്ദേഹത്തെ ഹെൽപ്പിന് വിളിക്കുകയും
അവിടെ നിന്നും അദ്ദേഹത്തിന് ഫസ്റ്റ് ഏണിങ്സ് കിട്ടുകയും ചെയ്തു. Every child is born with some inherited characteristics into a specific socio-economic and emotional environment and trained in certain ways by figures of authority. I inherited honesty and self-discipline from my mother. I inherited faith in goddess and keep kindness, and so did my 3 brothers and sister. I had 3 close friends in my childhood: Ramadas Shastri, Aravindan, and Shiva Prakashan. All these boys were from Orthodox Hindu Brahmin families. As children, none of us ever felt any difference amongst ourselves because of our religious differences and upbringing. In fact, Ramadas Shastri was son of Pakshi Lakshmana Shastri, the highest priest of the Rameswaram temple. Later, he took over the priesthood of the Rameswaram temple from his father. Aravindan went into the business of arranging transport for visiting pilgrims, and Shiva Prakashan became a catering contractor for the Southern Railways. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ചിൽഡ്രൻസും എന്തെങ്കിലും ഇൻഹെറിറ്റഡ് ആയ ട്രെയ്റ്റ്സുമായിട്ടായിരിക്കും ജനിക്കുക. അതായത് എന്തെങ്കിലും സ്കിൽഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിട്ടായിരിക്കും ജനിക്കുക. ഇദ്ദേഹത്തിൻ്റെ ഹോണസ്റ്റി അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഇൻഹെറിറ്റഡ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് പരമ്പരാഗത അല്ലെങ്കിൽ പാരൻസിൽ നിന്ന് കിട്ടിയ എന്തെങ്കിലും ക്വാളിറ്റീസ് ആയിരിക്കും. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഫാദറിൽ നിന്നും മദറിൽ നിന്നും ഇദ്ദേഹത്തിന് ഹോണസ്റ്റി, അതുപോലെ തന്നെ സെൽഫ് ഡിസിപ്ലിൻ എന്ന കാര്യങ്ങളൊക്കെ കിട്ടി. അതുപോലെ തന്നെ ബ്രദേഴ്സിൽ നിന്നും സിസ്റ്റേഴ്സിൽ നിന്നൊക്കെ എന്ത് കിട്ടി? ദൈവവിശ്വാസവും അങ്ങനെയുള്ള നല്ല ഹൃദയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് രാമനാഥ ശാസ്ത്രി, അരവിന്ദൻ, ശിവപ്രകാശൻ, ഇവർ 3 പേരും ഓർത്തഡോക്സ് ഹിന്ദു ബ്രാഹ്മൺ ഫാമിലിയിൽ പെട്ടവരായിരുന്നു. അപ്പോൾ ആ കാലത്ത് കുട്ടികളായിരിക്കും ഇവർക്ക് ഇങ്ങനെയുള്ള റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ ഉദ്ദേശിക്കുന്ന ആ ഡിഫറൻസ് ഒന്നും ഇവർക്ക് ഫീൽ ചെയ്തില്ല. രാമനാഥ ശാസ്ത്രി എന്ന് പറയുന്നത് ഇതാണ് പക്ഷി ലക്ഷ്മണ ശാസ്ത്രിയുടെ മകനായിരുന്നു, രാമേശ്വരം ടെമ്പിളിലെ ഏറ്റവും വലിയ പ്രീസ്റ്റ്. പിന്നീട് ഈ രാമനാഥ ശാസ്ത്രി അവിടുത്തെ തന്നെ പ്രീസ്റ്റ്ഹുഡ്, രാമേശ്വരം ടെമ്പിളിലെ തന്നെ പ്രീസ്റ്റ്ഹുഡ് ഏറ്റെടുക്കുകയും ചെയ്തു. അരവിന്ദൻ എന്ന് പറയുന്നത് പിൽഗ്രിംസ് ട്രാൻസ്പോർട്ട്, രാമേശ്വരം ക്ഷേത്രത്തിലേക്കുള്ള ട്രാൻസ്പോർട്ടിൻ്റെ ഒരു ബിസിനസ് തുടങ്ങി. ശിവപ്രകാശൻ പിന്നീട് കാറ്ററിംഗ് കോൺട്രാക്ടറായി മാറി സതേൺ റെയിൽവേസിൻ്റെ. ഡ്യൂറിങ് ദ ആനുവൽ Sri Sitaram Kalyanam ceremony, our family used to arrange boats with a special platform for carrying adults of load from the temple to the marriage site, situated in the middle of the pond called Ramatirtha, which was near our house. Events from the Ramayana and from the life of the prophet were the bedtime stories my mother and grandmother would tell the children in our family. ഇപ്പോൾ വർഷാവർഷം നടക്കുന്ന ശ്രീ സീതാരാമ കല്യാണം സെറമണി സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ ബോട്ട്സിലൊക്കെ ഒരു സ്പെഷ്യൽ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യും. അതുവഴിയാണ് ഇഡൽസ് അല്ലെങ്കിൽ വിഗ്രഹങ്ങളൊക്കെ ടെമ്പിളിൽ നിന്നും മാരേജ് സൈറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് മാരേജ് സൈറ്റ് എന്ന് പറയുന്നത് ഒരു പോണ്ടിലാണ്, രാമതീർത്ഥം എന്നറിയപ്പെടുന്ന ഒരു പോണ്ടിൻ്റെ നടുക്കാണ്. അപ്പോൾ ഈ പോണ്ട് അബ്ദുൽ കലാമിൻ്റെ വീടിനോടടുത്താണ്. അപ്പോൾ കുട്ടിക്കാലത്ത് ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയിലുള്ള ചിൽഡ്രൻസ് എല്ലാം കുട്ടിക്കാലത്ത് കേട്ട് വളർന്ന കഥയെന്ന് പറയുന്നത് 1 രാമായണത്തിലെ കഥകളും 2 പ്രോഫറ്റിൻ്റെ കഥകളും ആയിരുന്നു. One day, when I was in the 5th standard at the Rameshwaram Elementary School, a new teacher came to our class. I used to wear a cap which marked me as Muslim, and I always sat in the front row next to Ramananda Shastri, who wore the sacred thread. The new teacher could not stomach a Hindu priest son sitting with a Muslim boy in accordance with our social ranking as the new teacher saw it. I was asked to go and sit on the back bench. I felt very sad, and so did Ramananda Shastri. He looked utterly downcast as I shifted to my seat in the last row. The image of him weeping when I shifted to the last row left a lasting impression on me. അപ്പോൾ ഒരു ദിവസം 5ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഈ രാമേശ്വരം എലിമെൻ്ററി സ്കൂളിലേക്ക് ഒരു പുതിയ ടീച്ചർ വരുന്നത്. അപ്പോൾ അബ്ദുൽ കലാം ഒരു മുസ്ലിം ആണെന്ന് അത് നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. അതായത് ഒരു ക്യാപ്പൊക്കെ വെച്ചാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ രാമനാഥ ശാസ്ത്രി തൊട്ടടുത്ത് ഈ പൂണൂലൊക്കെ ധരിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ഒരു ഹൈ പ്രീസ്റ്റിൻ്റെ സണ്ണ് ഒരു മുസ്ലിം പോയിട്ട് ഇരിക്കുന്നത് കണ്ട് ടീച്ചർ എന്ത് ചെയ്തു? അബ്ദുൽ കലാമിനെ പുറകത്തിലെ സീറ്റിലേക്ക് മാറ്റിയിരുത്തി, എന്ന് വെച്ചാൽ ഏറ്റവും ബാക്ക് ബെഞ്ചിലേക്ക് മാറ്റിയിരുത്തി. ഈ സമയത്ത് രാമനാഥ ശാസ്ത്രി അവിടെ ഇരുന്ന് കരയുന്നതൊക്കെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. After school, we went home and told our respective parents about the incident. Lakshmana Shastri summoned the teacher and in our presence told the teacher that he should not spread the poison of social inequality and communal intolerance in the minds of innocent children. He bluntly asked the teacher to
to either apologize or quit the school and the island. Not only did the teacher regret his behavior, but the strong sense of conviction Lakshmana Shastri conveyed ultimately reformed this young teacher. അപ്പോൾ ഈ സ്കൂളിന് ശേഷം, അന്നത്തെ ദിവസം സ്കൂളിന് ശേഷം അവർ രണ്ടുപേരും വീട്ടിൽ പോയി രണ്ടുപേരുടെ പാരൻസിൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ ലക്ഷ്മണ ശാസ്ത്രി എന്ത് ചെയ്തു, ടീച്ചറിനെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്താ ഇങ്ങനെയുള്ള സാമൂഹികമായ അനീതി അല്ലെങ്കിൽ കമ്മ്യൂണൽ ഇൻടോളറൻസ് എന്ന് പറയുന്ന വിഷമൊന്നും കുട്ടികളിലേക്ക് പകരരുത്. എന്നിട്ട് അദ്ദേഹം ടീച്ചറിൻ്റെ അടുത്ത് ആവശ്യപ്പെട്ട ഒന്നാണ്, ഒന്നെങ്കിൽ എന്താണ് അപ്പോളജൈസ് ചെയ്യുക, അല്ലെങ്കിൽ മാപ്പ് പറയുക, അല്ലെങ്കിൽ സ്കൂളിൽ ക്വിറ്റ് ചെയ്യുക, ഐലൻഡ് ലീവ് ചെയ്യുക, ഈ രാമേശ്വരം വിട്ടു പോവുക. അപ്പോൾ ടീച്ചർക്ക് തന്നെ തെറ്റ് ബോധ്യമായി. അത് ലക്ഷ്മണ ശാസ്ത്രിയുടെ ആ ഒരു ബിലീഫ് ആ യങ് ടീച്ചറിനെ റിഫോം തന്നെ ചെയ്തു, അല്ലെങ്കിൽ മാറ്റിമറിക്കുക തന്നെ ചെയ്തു. On the whole, the small society of Rameshwaram was very rigid in terms of segregation of different social groups. However, my science teacher, Shiva Subramania Iyer, through an Orthodox Brahmin with a very conservative wife, was something of a rebel. He did his best to break social barriers so that people from varying backgrounds could mingle easily. He used to spend hours with me and would say, Kalam, I want you to develop so that you are on par with highly educated people ഓഫ് ദ ബിഗ് സിറ്റീസ്. അപ്പോൾ എന്നിരുന്നാലും എന്താണ് ആ രാമേശ്വരത്തിലെ ഈ സോഷ്യൽ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് വളരെ റിജിഡ് തന്നെയായിരുന്നു, വളരെ സ്ട്രോങ് ആയിരുന്നു ഈ സെഗ്രിഗേഷൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സയൻസ് ടീച്ചർ ശിവസുബ്രഹ്മണ്യ അയ്യർ ഒരു ഓർത്തഡോക്സ് ബ്രാഹ്മൺ ആയിരുന്നുവെങ്കിൽ കൂടിയും ഇദ്ദേഹത്തിന് എന്ത് ചെയ്യും, ഈ സോഷ്യൽ ബാരിയേഴ്സൊക്കെ ബ്രേക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു മനുഷ്യനായിരുന്നു. അതായത് ഈ എല്ലാവരും ഈസിലി ആയിട്ട് മിങ്കിൾ ചെയ്ത് ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ഇദ്ദേഹം ഒരുപാട് സമയം കലാമിൻ്റെ ചിലവിട്ടിട്ട് പറയുമായിരുന്നു, എന്താ നീ ഒരുപാട് ഡെവലപ്പ് ചെയ്യാറുണ്ട്, എന്നിട്ട് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ ബിഗ് സിറ്റീസിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ നീ ഇടപഴകേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ പറയും. വൺ ഡേ ഹി ഇൻവൈറ്റഡ് മീ ടു ഹിസ് ഹോം ഫോർ എ മീൽ. ഹിസ് വൈഫ് വാസ് ഹോറിഫൈഡ് at the idea of a Muslim boy being invited to dine in her ritually pure kitchen. She refused to serve me in her kitchen. Shiva Subramania Iyer was not perturbed, nor did he get angry with his wife, but instead served me with his own hands and sat down beside me to eat his meal. His wife watched us from behind the kitchen door. I wondered whether she had observed any difference in the way I ate rice, drank water, or cleaned the floor after the meal. When I was leaving his house, Subramania Iyer invited me to join him for dinner again the next weekend. Observing my hesitation, he told me not to get upset, saying, once you decide to change the system, such problems have to be confronted. When I visited his house the next week, Subramania Iyer took me inside her kitchen and served me food with her own hands. അപ്പോൾ ഒരു ദിവസം ശിവസുബ്രഹ്മണ്യ അയ്യർ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഈ കലാം സാറിനെ ക്ഷണിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് ആദ്യം എതിർത്തു. അതായത് കിച്ചണിൽ നിന്നും അവരുടെ ഡിവൈൻ കിച്ചണിൽ വെച്ച് ഒരു മുസ്ലിം ബോയ്ക്ക് ഫുഡ് കൊടുക്കാൻ എന്നൊക്കെ അവരെ എതിർത്തു. എന്നിട്ട് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം സ്വയം വന്ന് ഇവർക്ക് കലാം സാറിന് ഫുഡ് വിളമ്പിയിട്ട് അടുത്തിരുന്ന് തന്നെ ആഹാരം കഴിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് പോകാൻ നേരത്ത് വീണ്ടും പറയുകയാണ്, അടുത്ത വീക്കെൻഡിൽ വരണം എന്ന് പറയുകയാണ്. അപ്പോൾ കലാം സാർ ആദ്യം ഹെസിറ്റേറ്റ് അല്ലെങ്കിൽ മടിച്ചുവെങ്കിലും അദ്ദേഹം ശിവസുബ്രഹ്മണ്യ അയ്യർ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ, നീ ഒരിക്കലും സിസ്റ്റം മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് സധൈര്യം നേരിട്ടാൽ മാത്രമേ സിസ്റ്റത്തെ മാറ്റിമറിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അടുത്ത വീക്കെൻഡിൽ ചെന്നപ്പോൾ ഈ കിച്ചണിൽ ഇരുന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫ് തന്നെയാണ് ഇദ്ദേഹത്തിന് ഫുഡ് കൊടുത്തത്. Then the Second World War was over and India's freedom was imminent. Indians will build their own India, declared Gandhi. The whole country was filled with an unprecedented optimism. I asked my father for permission to leave Rameshwaram and study at the district headquarters in Ramanathapuram. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഒക്കെ എൻഡ് ചെയ്തു. ഇന്ത്യക്ക് വേണ്ടിയുള്ള ഫ്രീഡം സ്ട്രഗിൾ കൂടി വന്നു. ഇന്ത്യൻസ് വിൽ ബിൽഡ് ദെയർ ഓൺ ഇന്ത്യ എന്ന് പറഞ്ഞ് ഗാന്ധിജി അതിനോട് നീതി പുലർത്തുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ എല്ലാവരിലും ഒരു വലിയൊരു ഒപ്റ്റിമിസം അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസം, ഇന്ത്യ ഫ്രീ ആവും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം പകർന്ന സമയമായിരുന്നു അത്. ആ സമയത്ത് ഫാദറിൻ്റെ അടുത്ത് പെർമിഷൻ ചോദിക്കുകയാണ് രാമേശ്വരം വിട്ടുപോയി ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സായ രാമനാഥപുരത്ത് നിന്ന് പഠിക്കാനായിട്ട്. He told me as if I thinking aloud, Abdul, I know you have to go a way to grow. Does the eagle not fly across the sun alone and without a nest? He quoted Khalil Gibran
to my hesitant mother, your children are not your children. They are the sons and daughters of life's longing for itself. They came through you, but not from you. You may give them your love, but not your thoughts, for they have their own thoughts. അപ്പോൾ ഇതാണ് ഫാദർ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്തത്. അതായത് നിനക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ നീ അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ മദർ ആദ്യം എതിർത്തെങ്കിലും മദറിൻ്റെ അടുത്ത് പറയുകയാണ്, ഖലീൽ ഗിബ്രാൻ്റെ ഓൺ ചിൽഡ്രൻ എന്ന് പറയുന്ന പോയം ഉദ്ധരിച്ചു കൊണ്ടാണ് ഫാദർ പറഞ്ഞത്. അതായത് നിൻ്റെ മക്കളെന്ന് പറയുന്നത് നിൻ്റെ മക്കളല്ല, വേറെന്താണ്, അത് ദൈവം ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ്. അവർ നിന്നിൽ കൂടെയാണ് വന്നത്, പക്ഷേ നിന്നിൽ നിന്ന് വന്നതല്ല. അവർക്ക് ലവ് കൊടുക്കുക, പകരം നിങ്ങളുടെ തോട്ട്സ് പകർന്നു കൊടുക്കാതിരിക്കുക. അവരുടെ തോട്ട്സ് അവർ സ്വയം ക്രിയേറ്റ് ചെയ്യട്ടെ എന്ന് പറയുന്ന പോയം പറഞ്ഞാണ് മദറിനെ സമാശ്വസിപ്പിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. താങ്ക് യു.